നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാർ, കേരളത്തിൽ പിണറായിസമാണ് എന്ന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. CPM-നകത്തെ തന്നെ ചില ആളുകളും ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രമുഖ തിരക്കഥാകൃത്തായിട്ടുള്ള നടനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള മുരളി ഗോപി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ദൈവാരാധന, അതായത് ഒരു വ്യക്തിയെ ആരാധിക്കുന്നത് എപ്പോൾ തുടങ്ങിയോ അന്ന് മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപജയം സംഭവിച്ചിട്ടുള്ളത് എന്ന്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോൾ പിണറായി വിജയൻ എന്ന ഏക ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് അപ്പുറം പാർട്ടി ഇല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ NCP എന്ന് പറയുന്നത് കേരളത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു പാർട്ടിയൊന്നും അല്ല എങ്കിൽ തന്നെയും അവർക്ക് 2 MLA-മാരുണ്ട്. പക്ഷേ ഈ 2 MLA-യിൽ ഒരു MLA മന്ത്രിയാണ്. കാരണം ഒരു മുന്നണി സംവിധാനത്തിൽ ആ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ആ പാർട്ടി തീരുമാനിക്കുകയാണ് തങ്ങളുടെ ഈ മന്ത്രിയെ മാറ്റിയിട്ട് മറ്റൊരു മന്ത്രിയെ വെക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് തോമസ് കെ തോമസിനെ ഇഷ്ടമല്ല, അദ്ദേഹം മന്ത്രിയാവുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായിസമാണ്. അത് പക്ക പിണറായിസമാണ്. കാരണം ദേശീയ തലത്തിൽ പ്രകാശ് കാരാട്ടുമായി തോമസ് കെ തോമസും PC ചാക്കോയും ചർച്ച നടത്തി, അല്ലെങ്കിൽ ശരത് പവാർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ ഉള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇനി താൻ മന്ത്രിയാവേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ പോകുന്നുവെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. PC ചാക്കോയോടുള്ള എല്ലാ അതൃപ്തിയും, അദ്ദേഹത്തോടുള്ള എല്ലാവിധമായിട്ടുള്ള എന്താ പറയുക, അദ്ദേഹത്തെ ഒന്നും ഒരു തരത്തിലും രാഷ്ട്രീയത്തിന് കേരളത്തിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പിണറായി വിജയൻ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം പിണറായി വിജയനാണ്. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞാലും പിണറായി വിജയനാണ്, സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാലും ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് തലം വരെ പിണറായി വിജയന് അപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ന് ശരിക്കും എന്താണ് CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയന് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി വലിയ ഒരു ഏകാധിപതി അധികാരത്തിൽ വന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കേരളത്തിൽ നമ്മൾ കാണുകയായിരുന്നു. നമുക്കറിയാം, ഈ മിനിസ്ട്രിയിൽ യഥാർത്ഥത്തിൽ മുൻ പരിചയമുള്ള ഒറ്റ മന്ത്രിമാരെ പോലും ഉൾപ്പെടുത്താതെ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമായിരുന്നു ഈ പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ മന്ത്രിയാവുമെന്ന്. തീർച്ചയായും അവർ മന്ത്രി ആവേണ്ടതായിരുന്നു. അത് കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാവുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ ക്യാബിനറ്റിൽ KK ശൈലജയെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു കാരണവശാലും ഇദ്ദേഹം തയ്യാറായില്ല. അതിനൊറ്റ കാരണമുണ്ടായിരുന്നുള്ളൂ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്, അല്ലെ ഒന്നാം LDF സർക്കാരിൻ്റെ കാലത്തായിരുന്നല്ലോ കോവിഡ് കാലം. ഈ കോവിഡ് കാലവും അതുപോലെ തന്നെ കോഴിക്കോട് പടർന്നു പിടിച്ച നിപ്പ കാലമൊക്കെ വളരെ കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും ഒന്നാം കോവിഡ് കാലത്ത് ഏറ്റവും സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ, അതായത് ആരോഗ്യ മേഖലയിൽ ഇത്രയേറെ കൃത്യതയോടുകൂടി ഒരു പ്രവർത്തനം നടത്തിയ മറ്റൊരു മിനിസ്റ്റർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ അവർ വളരെ ശ്രദ്ധിക്കപ്പെടുകയും അവരെല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നു. പെട്ടെന്നാണ് ടീച്ചറുടെ പത്രസമ്മേളനം അവസാനിക്കുകയും ടീച്ചറെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് പിണറായി ഒറ്റയ്ക്ക് പത്രസമ്മേളനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അത് ടീച്ചർക്ക് പിണറായിയേക്കാൾ കൂടുതൽ സ്വീകാര്യത വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ആ പത്രസമ്മേളനത്തിൽ മാറ്റമുണ്ടായത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് തന്നെയായിരുന്നു ടീച്ചർക്ക് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ടീച്ചർ ഈ മിനിസ്ട്രിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഈ സർക്കാരിൻ്റെ കുറച്ചും കൂടി സർക്കാരിൽ ഏറ്റവും സ്വീകാര്യമുള്ള മന്ത്രി എന്നുള്ള രീതിയിൽ ടീച്ചർ ശ്രദ്ധിക്കപ്പെട്ടേക്കാം. അത് പിണറായിക്ക് ഒരിക്കലും വ്യക്തി എന്നുള്ള രീതി, തീർച്ചയായും പിണറായി ഏകാധിപതിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു മന്ത്രി വരേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്കോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിക്കോ, അല്ലെങ്കിൽ അന്ന് സീതാറാം യെച്ചൂരിയാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത്, അദ്ദേഹത്തിനൊന്നും ഈ മന്ത്രിസഭ രൂപീകരണ തീരുമാനത്തിൽ ഇടപെടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പിണറായി ഈ പാർട്ടി ഹൈജാക്ക് ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ ദേശീയതലത്തിൽ ഈ പാർട്ടി എന്ന് പറയുമ്പോൾ വളരെ ശുഷ്കമായ ഒരു പാർട്ടിയാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഒരു ഗ്രിപ്പില്ല. ഒരു 34 വർഷം ഭരിച്ചതിൻ്റെ പേരിൽ തന്നെ യഥാർത്ഥത്തിൽ വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പശ്ചിമ ബംഗാളിൽ. ത്രിപുരയിലും സ്ഥിതി ഏതാണ്ട് തദൈവയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമേ ഈ പാർട്ടി ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പാർട്ടിയുടെ സെക്രട്ടറിയും എല്ലാം പാർട്ടി പറഞ്ഞു എന്ന് പറയും. ആരാണ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ് പാർട്ടി എന്ന് പറയുന്ന രീതിയിലേക്ക് പിണറായി മാറിയിരിക്കുന്നു. പിണറായിക്ക് താല്പര്യമില്ലാത്ത ഒരു
ഒരു കാര്യവും ഈ പാർട്ടിയിൽ നടക്കില്ല. പിണറായിയെ വിമർശിക്കാനും ആർക്കും അധികാരമില്ല, അതിനുള്ള ധൈര്യവും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ സ്വന്തം പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രമേ അദ്ദേഹം അടുപ്പിക്കുള്ളൂ, അല്ലാത്തവരെ അടുപ്പിക്കില്ല എന്നൊക്കെയാണ്. അദ്ദേഹം എന്ത് തീരുമാനിക്കുമോ അത് മാത്രം നടപ്പിലാവുന്ന പാർട്ടിയാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ അദ്ദേഹത്തിന് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് പി ശശി, പാർട്ടിയിൽ നിന്നും ഒരു പുറത്താക്കപ്പെട്ട പി ശശി പിന്നീട് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എത്തുന്നതും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ്. മറ്റാർക്കും അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് മന്ത്രിയായെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ആർക്കും എതിർക്കാൻ പറ്റില്ല. അപ്പൊ മന്ത്രി ആവുന്നതും ആവാതിരിക്കുന്നതും എല്ലാം പിണറായി എന്ന് പറഞ്ഞ ഒറ്റ അച്ചുതണ്ടിൽ മാത്രം നിന്ന് കറങ്ങുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളത് തന്നെയാണ്. നമ്മളിത് പറയുമ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ AK ശശീന്ദ്രൻ മാറിയാൽ പിന്നെ NCPക്ക് മന്ത്രി ഉണ്ടാവില്ല എന്ന് AK ശശീന്ദ്രൻ തന്നെ പറയുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. കാരണം ഇവർ ബന്ധുക്കളാണെന്ന് മാത്രമല്ല, അതിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണിത്. കാരണം ഈഴവ സമുദായക്കാരനായ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ സമുദായമായ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കി കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ളതാണ്. SNDP പ്രസ്ഥാനത്തിന് ഈ പാർട്ടിയിൽ വലിയ ഇത് നഷ്ടപ്പെടുന്നുവെന്നും നേരത്തെ SNDPക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നെന്നും ഇപ്പോൾ ആളുകളെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്നും മറ്റ് സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ള ഒരു ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറാവാത്തത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ. ഇന്ന് നമ്മളിൽ കാണുന്നത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, വ്യക്തിപരമായി അദ്ദേഹത്തോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരിയാണ്, അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ അംഗമായിരിക്കുന്ന ഒരാൾ, ക്യാബിനറ്റിൽ അംഗമായിരിക്കുന്ന ആളുകൾക്ക് വിശ്വാസവും അതുപോലെ തന്നെ പരസ്പര ധാരണയൊക്കെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ മുന്നണിയിൽ നിൽക്കുന്ന NCPയുടെ ആരാണ് മന്ത്രിയാവേണ്ടതെന്ന് തീരുമാനിച്ചത് അവരുടെ ദേശീയ സമിതിയായിരുന്നു. ദേശീയ സമിതി ഈ തോമസ് കെ തോമസ് അന്ന് തൊട്ടേ പറയുന്നുണ്ട് 2.5 വർഷക്കാലം AK ശശീന്ദ്രനും 2.5 വർഷക്കാലം ഈ ഇദ്ദേഹവുമാണ് പിന്നെ തോമസ് കെ തോമസ് മന്ത്രിയാവും എന്നുള്ളതാണ് ധാരണ എന്നും ഇക്കാര്യം പ്രഫുൽ പട്ടേലിനുമായി നമ്മൾ പിണറായി വിജയനായി മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് എന്ന്. പക്ഷേ പല കാരണങ്ങളാൽ 1 വർഷക്കാലം അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താതെ നീട്ടിക്കൊണ്ട് കഴിഞ്ഞ ഡിസംബറിലായിരുന്നല്ലോ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ജനുവരിയിലാണ് പുതിയ 2.5 വർഷക്കാലം കഴിഞ്ഞ എല്ലാ മന്ത്രിമാരും അധികാരത്തിലെത്തിയത്. അതായത് ഈർക്കിലി പാർട്ടിയെ പോലും അവർക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് പോലും ഈ പാർട്ടിയിൽ AK ശശീന്ദ്രൻ ഇല്ലെങ്കിൽ പിന്നെ വേണ്ട ആർക്കും മന്ത്രിയാവാൻ പറ്റില്ല. മറ്റൊരു ഒരു MLA കൂടി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് മിനിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം അഴിമതി നടത്തിയേക്കാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഈ MLA മാരെ കൂറുമാറ്റാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുള്ള കഥയുണ്ടാക്കുന്നു. അപ്പം അത് തന്നെ യഥാർത്ഥത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കഥ ആയിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി അടുത്ത കാലത്തായി ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടത്തുന്ന ചില പരാമർശങ്ങൾ, മലപ്പുറം PV അൻവറിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ മലപ്പുറത്തൊക്കെ നടത്തിയ പ്രസ്താവന ഏറെ വിവാദപരമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ കർഷക ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നിയമസഭയിൽ. അത് പൂർണ്ണമായിട്ടും കർഷക വിരുദ്ധമായിട്ടുള്ള ഒരു ബില്ലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ വന നിയമം പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെ കുടിയേറ്റ കർഷകരെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം കുടിയേറ്റ കർഷകരിൽ ഏറിയ പങ്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുഖ്യമന്ത്രി തികഞ്ഞ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി മാറുന്നതിൻ്റെ ഭാഗമാണ് ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്കത് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു മാധ്യമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ അദ്ദേഹം കണ്ണുരുട്ടിയത് കൊണ്ടാണ് AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാത്തത്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് ഒരിക്കലും കേരളത്തിൽ ഈ LDF മിനിസ്ട്രിയിൽ മന്ത്രിയാവില്ല എന്ന് ആദ്യം പറഞ്ഞത് നമ്മൾ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ആ സ്ഥിതി ഇപ്പോഴും തുടരുകയാണെന്നുള്ളത് നമ്മൾ ഇതിൽ കാണേണ്ടത്. അപ്പോൾ പിണറായി വിജയന് വ്യക്തിപരമായി താല്പര്യമില്ല എന്ന് AK ശശീന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ AK ശശീന്ദ്രന്റെ അടുത്ത് ഈ കാര്യം വളരെ വ്യക്തമായി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, പക്ഷേ പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറല്ല. അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും പാർട്ടിക്ക്, അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കാത്തത്. പിന്നെ അദ്ദേഹം ഒരിക്കലും മന്ത്രിയാവില്ല എന്ന് കേൾക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ തുടർന്നുകൂടാ എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി എന്നുള്ള രീതിയിലോ ഒരു മുന്നണി എന്ന രീതിയിലോ എന്ത് മറുപടിയാണ് പറയേണ്ടത്? മുന്നണി മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കേണ്ടി വന്നത്? അതൊരു മുന്നണി മര്യാദയുടെ പേരിലാണല്ലോ. മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള രീതിയിലാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത്. അങ്ങനെ ഈ മിനിസ്ട്രിയിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തവരെ ഒഴിവാക്കണമെങ്കിൽ എല്ലാവരും ഒഴിവാക്കേണ്ടി വരും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ
ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ തോമസ് കെ തോമസിനെ സംബന്ധിച്ചിട്ട് ഗണേഷ് കുമാറിനെയും തോമസ് കെ തോമസിനെയും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ കുറച്ചൊക്കെ വോട്ട് ബാങ്ക് ഉള്ള ഒരു ആളാണ്. പക്ഷേ മറിച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ തോമസ് കെ തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വോട്ട് കിട്ടാത്ത ആളാണ്. പക്ഷേ നമ്മൾ അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം വോട്ട് കിട്ടി ജയിച്ചിട്ടാണല്ലോ MLA ആയത്. അല്ലാതെ അദ്ദേഹം പിന്നെ ഓട് വിളിച്ച് താഴെ ഇറങ്ങി പിന്നെ നിയമസഭയിൽ പോയി ഇരിക്കുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനോട് ആ നാട്ടിലുള്ള ഒരു സ്നേഹം 5 വർഷക്കാലത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ MLA ആണ്. NCPയുടെ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. NCP പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ MLA ആയിട്ട് ഇരിക്കുന്നത്. ഈ NCP എന്ന് പറയുന്നത് 2 MLA മാരുണ്ട്. അതിൽ ഒരാൾ മന്ത്രിയാണ് എന്നിരിക്കെ ഈ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള 2 സീറ്റുള്ള പിന്നെ ഒരു പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ സീറ്റുള്ളവർക്ക് 2.5 വർഷം മന്ത്രിയാവാൻ വേണ്ടി ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഇദ്ദേഹമാണ് മന്ത്രി ആവേണ്ടത് എന്ന് പറഞ്ഞാൽ ആ പാർട്ടി പറയുന്ന ആളെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം MLA ആണല്ലോ, ഏത് MLAക്ക് മന്ത്രിയാവുമല്ലോ. പിന്നെ മുൻപരിചയത്തിന്റെ കാര്യം പറയുന്നത്, ഈ ഇരിക്കുന്ന മന്ത്രിമാരിൽ എത്ര പേർക്കാണ് മുൻപരിചയം ഉണ്ടായിരുന്നത്? ഇതിനകത്ത് വേറൊരു ഘടകം സാറേ. കാരണം PC ചാക്കോ ഒരു കച്ചവടക്കാരനാണെന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം തോമസ് കെ തോമസ് മന്ത്രിയാവുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിലെ 20 മന്ത്രിമാരും മന്ത്രിമാരാണ് എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ വകുപ്പുകളൊക്കെ ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ അറിയാതെ ഒരു വകുപ്പിലും ഒരു ഇല പോലും അനങ്ങില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിപ്പോ ഈ പേരെനിക്ക് കിട്ടുന്നില്ല, ഒരു ഡാമിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കാലാവധി കൊടുക്കുകയില്ല എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രംഗത്ത് വന്നു നമ്മൾ മനസ്സിലാക്കണം. അതായത് മുഖ്യമന്ത്രി അറിയാതെ ഏതെങ്കിലും വകുപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും. തോമസ് കെ തോമസ് പുതിയ മന്ത്രിയായിട്ട് വരുന്നുണ്ട്. തോമസ് കെ തോമസിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അദ്ദേഹം ഈ മന്ത്രിയാകാൻ വേണ്ടി വരുന്നത്. ഈ മന്ത്രിയാകാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താൻ പോകുന്നത് PC ചാക്കോയാണ്. PC ചാക്കോ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയെ അനുസരിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും. അദ്ദേഹം വലിയ ദേശീയ നേതാവാണെന്നുള്ള അവകാശവാദമൊക്കെ ഉള്ളൊരു ആളാണ് PC ചാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോമസ് കെ തോമസ് മന്ത്രിയാവുന്നതോടുകൂടി വനം വകുപ്പ് സ്വതന്ത്രമായിട്ട് ഒരു മന്ത്രിയുടെ കീഴിൽ വരും. അപ്പോൾ വനം വകുപ്പിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അവിടെ ഈ വനം വകുപ്പിലൊക്കെ വൻ അഴിമതിക്കുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പാടില്ല. കാരണം തോമസ് കെ തോമസിന്റെ പിന്നിലുള്ളത് PC ചാക്കോയാണ്. PC ചാക്കോയെ സംബന്ധിച്ചിട്ട് എവിടെ ചെന്നാലും 10 പണം ഉണ്ടാക്കണം എന്നതിനപ്പുറത്തേക്കുള്ള മറ്റു രാഷ്ട്രീയ മോഹങ്ങളോ പൊതുസമൂഹത്തിന്റെ നന്മ ഇതൊന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ഇതിനെ എതിർക്കുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഘടകകക്ഷി മര്യാദയുണ്ട്. അത് പാലിക്കാത്തതിൽ നമുക്ക് അതിശക്തമായ പ്രതിഷേധം ഉണ്ട് താനും. പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്? അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത എല്ലാ ആളുകളെയും ഈ പാർട്ടിയിൽ നിന്ന് ചാടിച്ചോടുക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, സുധാകരൻ എന്താണ് സംഭവിച്ചത്? സുധാകരൻ എങ്ങനെയാണ് ഇപ്പോൾ എടുക്കാത്ത ആർക്കും വേണ്ടാത്ത ഓട്ടമുക്കാലായി മാറിയത്? പാർട്ടിക്ക് പക്ഷേ അല്ല, എന്താണ് കാരണം? അദ്ദേഹം വളരെ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു നേതാവായതുകൊണ്ടാണ് പിണറായി വിജയന് വ്യക്തിപരമായി പിണറായി വിജയന് താല്പര്യമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെ ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു, അദ്ദേഹത്തിനെ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതമാക്കുന്നു. അവസാനം അവിടെ അമ്പലപ്പുഴയിൽ നടന്ന ഏരിയ സമ്മേളനത്തിലേക്ക് പോലും വിളിക്കാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നു. ഇന്നിപ്പം അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPM-ന്റെ നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ലെന്നും അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി നൽകിയ സംഭാവനകളെ ആർക്കും അത്ര ഇകഴ്ത്തി കാണിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? CPM-ൽ ഈ പിണറായിസമാണ് നടപ്പിലാക്കുന്നതുകൊണ്ടും പിണറായിക്ക് താല്പര്യമില്ലാത്ത ആളുകളെയൊക്കെ പിന്നെ വെട്ടി കളയുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി നടക്കുമ്പോഴും ഈ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ പിണറായിസത്തിനെതിരെ അതിശക്തമായ നിലപാടുകളുമായി ആളുകൾ പുറത്തു വരുന്നുണ്ട്. ചിലപ്പോൾ അവരെല്ലാം പുറത്താക്കപ്പെട്ടേക്കാം. പക്ഷേ ആരെ പുറത്താക്കിയാലും വോട്ടർമാരെ പുറത്താക്കാൻ പറ്റില്ല, അനുഭാവികളെ പുറത്താക്കാൻ പറ്റില്ല. അവർ വോട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ടാവും എന്ന് നമ്മൾ കാണേണ്ടത്. നമ്മൾ നോക്കൂ, പല സ്ഥലങ്ങളിലും ഇന്ന് വരെ LDF-ന്റെ ഭാഗമായി അല്ല CPM-ന്റെ ഭാഗമായി നിൽക്കുകയും വലിയ പിന്നെ മതേതരത്വമൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ നാളെ എങ്ങനെയാണ് അവർ BJP-യിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് നമുക്ക് അത്ഭുതം തോന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയും ഈ അഴിമതി ആരോപണങ്ങളെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനൊന്നും ഒരു തരത്തിലും ജനങ്ങളോട് മറുപടി പറയാതെ മുന്നേറുന്നത്. ഇതിനെല്ലാം ജനങ്ങൾ പിന്നീട് മറുപടി പറയും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. നോക്കൂ, MR അജിത് കുമാറിന് ADGP ആയിരുന്ന MR അജിത് കുമാർ ഒരു വലിയ ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണ വിധേയനായി. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു 3-4 മാസത്തിനിടയിൽ ഒരു പോലീസ് ഓഫീസർ ഇത്രയേറെ അപമതിപ്പിന് വിധേയനായിട്ടുണ്ടെങ്കിൽ
അദ്ദേഹത്തെ പോലും എല്ലാ ആളുകളുടെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ DGP ആയി ഉയർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത്തരത്തിലുള്ള തീർത്തും ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാ പോകുന്നത്. പാർട്ടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്നുണ്ടെന്നേ. നമ്മൾക്ക് നോക്കാം, കണ്ണൂരിലെ ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ അവർ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജന്മനാടായ പത്തനംതിട്ടയിൽ എത്രത്തോളം ഈ പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ MV ഗോവിന്ദനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയരുന്നു. അല്ല, 2026 ഇപ്പോ LDF BJP സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ തവണ 2020 സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കി പത്രമാണ് രണ്ടാം പിണറായി സർക്കാർ എന്നുള്ളത്. പക്ഷേ 2026 BJPയുടെ സപ്പോർട്ട് ലഭിച്ചാൽ പോലും LDFന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഓരോ ദിവസവും ഈ വാർത്താ മാധ്യമങ്ങളൊന്നും ഇതിന് വേണ്ട പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന്, വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന്, ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന്, എന്തിനാണ് പറയുന്നത്, ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 10-30 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ആളുകൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ചില പാലക്കാട് ഇന്നലെ ഒരാൾ BJPയിൽ ചേർന്നിട്ടുണ്ട്, DYFIയുടെ നേതാവ്, വേറെ കുറെ ആളുകൾ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് CPM പ്രവർത്തകർ രാജിവെച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 UDF അധികാരത്തിൽ തീർച്ചയായിട്ടും വരും. അതിനുശേഷം 2031-ലും ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ തിരിച്ചു വന്നേക്കാം. പക്ഷേ ആ സമയത്ത് ഒരു 25 സീറ്റ് വരെ നേടാനുള്ള സാധ്യത BJPക്കാണുള്ളത്. അത് കഴിഞ്ഞിട്ട് 2036 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP മുഖ്യ പ്രതിപക്ഷമായിട്ട് വന്നേക്കാം, അതല്ലെങ്കിൽ ഭരണത്തിലേറിയേക്കാം. CPM എന്ന് പറയുന്നത് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും നമ്മൾ മുരളി ഗോപിയുടെ ആ വാക്കുകളിലേക്ക് വരാം. വ്യക്തിയെ ആരാധിച്ചു തുടങ്ങിയിടത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം തുടങ്ങിയിരിക്കുന്നത്. ആ പതനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിരിക്കും പിണറായി വിജയൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ല, നമ്മളിൽ കാണേണ്ടത് പിണറായി വിജയനെ ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ പാർട്ടിയെ പൂർണ്ണമായും കയ്യിൽ ഒതുക്കുകയും, ഇപ്പൊ നമ്മൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഭയമാണെന്ന് തോന്നുന്നു. അതെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ്, അതായത് ചൈനീസ് പ്രസിഡന്റ്, അദ്ദേഹം ആ പാർട്ടിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഈ പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുക അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ആരെങ്കിലും വിമർശിച്ചാൽ അദ്ദേഹം റൂട്ട് ഔട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതേ അവസ്ഥയിലേക്കാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പിണറായി വിജയൻ നടപ്പിലാക്കിക്കൊണ്ടത്. പിണറായി വിജയൻ ഞാനാണ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണ് പാർട്ടി, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചതുപോലെ ഞാനാണ് പാർട്ടി എന്നും എൻ്റെ തിരുവചനങ്ങൾക്ക് എതിർവചനമില്ല എന്നുള്ള പ്രഖ്യാപനം കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രമേ ഇവിടെ നടപ്പിലാവൂ. അത് മുന്നണിയിലായാലും ശരി, മന്ത്രിസഭയിലായാലും ശരി, പാർട്ടിയിലായാലും ശരി, ഒരു ഈച്ച പോലും അനങ്ങാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. അതുകൊണ്ട് ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ, ഈ മർക്കടമുഷ്ടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം പാർട്ടിയിൽ ഉയരും, മുന്നണിയിൽ ഉയരും. മുന്നണിയൊക്കെ താറുമാറായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. CPI ഇതിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരുന്ന CPI ഉന്നയിച്ച പല ആരോപണങ്ങളും, പൂരം കലക്കിയുമായി ബന്ധപ്പെട്ട് തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ആരോപണങ്ങൾക്കൊന്നും പിണറായി വ്യക്തമായ ഒരു മറുപടി ഈ മുന്നണിയിലോ അല്ലെങ്കിൽ എവിടെയും പൊതുവിലോ പറഞ്ഞിട്ടില്ല. നമ്മളിൽ കാണേണ്ടതുണ്ട്. മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കും യോടും ഇദ്ദേഹത്തിന് പ്രതിപത്തിയില്ല. ഈ പാർട്ടിയിലുള്ള ഒരുപാട് ആളുകൾ, അത് സുധാകരനത്തിന് നമുക്ക് വീണ്ടും പറയാം, രക്തസാക്ഷി, അദ്ദേഹത്തിന്റെ സഹോദരൻ രക്തസാക്ഷിയായിട്ടൊക്കെയാണ് അദ്ദേഹം പാർട്ടിയിൽ വളരെ സജീവ പ്രവർത്തകനായിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ കാലം അത്രയും ഈ പാർട്ടിക്ക് വേണ്ടി വെളിയഴിച്ചതാണ്. ഈ വെളിയഴിച്ച അത്രത്തിൽ വെളിയഴിക്കപ്പെട്ട ആളുകൾക്ക് പോലും ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ തീർത്തും ഒഴിവാക്കി മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതി ഈ പാർട്ടിയിൽ തുടരുന്നാൽ എത്ര പേർ ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. അതുകൊണ്ട് പിണറായിന്റെ പാർശ്വവർത്തികളും മാത്രം മാറുന്ന ഒരു പാർട്ടിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ കേരളത്തിൽ അതിശക്തമായ പോരാട്ടങ്ങൾ ഇനി വരുന്ന ആളുകളിൽ ഈ പാർട്ടിയിലും പൊതുജനങ്ങളിലും ഉണ്ടാവുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ വിലക്കെടുത്തിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരളത്തിലെ പിണറായിസത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് പാർട്ടിക്കകത്തും പൊതുജനങ്ങൾക്ക് ഇടയിലും ഉയർന്നു വരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്നിട്ടും പിണറായിയെ തിരുത്തുവാൻ ഒരു സഖാവ് പോലും ആ പാർട്ടിയിലില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ദുഃഖം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.